ഈ പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറയുന്നത് സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകമാണ്. കാരണം ഒരു നിർമ്മാതാവ് സിനിമ എടുക്കാൻ ആലോചിച്ച് വരുമ്പോൾ തന്നെ ആദ്യം ഒരു സംവിധായകനായിരിക്കും കണ്ടുമുട്ടോ, കഥാകൃത്തിനെയോ സംവിധായകനോ. അവിടുന്ന് ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിന് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജറെ തീരുമാനിക്കുന്നത് ആ നിർമ്മാതാവും ആ സംവിധായകനും കൂടിയായിരിക്കും. അപ്പോൾ അവിടെ തൊട്ട് ആണ് ഒരു പ്രൊഡക്ഷൻ മാനേജറുടെ ജോലി ആരംഭിക്കുന്നത്. അതിൻ്റെ തിരക്കഥ തയ്യാറാക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്. സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട് സ്ക്രിപ്റ്റ് എഴുതി തീർന്ന് അത് വായിച്ച് അതിൻ്റെ പ്രിപ്പറേഷൻ നടത്തി അതിൻ്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഫിക്സ് ചെയ്യുന്നതും അത് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് തന്നെ അവരും കൂടെ അസോസിയേറ്റ് ചെയ്ത് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നതും. അതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, ഒരു സിനിമ എങ്ങനെ നടത്തിയെടുത്ത് അതിൻ്റെ അവസാന ഘട്ടം വരയ്ക്കും കൂടെ നിന്ന് ഓരോ ഈച്ച് ആൻഡ് എവരിത്തിങ് എല്ലാ കാര്യത്തിലും ശ്രദ്ധ ചെലുത്തി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തി തീർത്ത് അന്നത്തെ കാലത്ത് ഈ പടത്തിൻ്റെ റിലീസിനുള്ള പ്രിൻ്റ് വരയ്ക്കും തിയേറ്ററുകളിൽ എത്തുന്ന വരയ്ക്കുമുള്ളൊരു ജോലിയായിരുന്നു ആ കാലഘട്ടത്തിൽ പ്രൊഡക്ഷൻ മാനേജറുടെ ജോലി. അതായത് ഒരു ആർട്ടിസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്, ആർട്ടിസ്റ്റിനോട് കാശിൻ്റെ കാര്യത്തും സംസാരിക്കുന്നത്. അപ്പോൾ അന്ന് നമ്മളൊക്കെ ഒരു ആർട്ടിസ്റ്റ് അന്നത്തെ കാലത്ത് ഒരു 50,000 രൂപയാണ് മേടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ നിർമ്മാതാവിന് വേണ്ടി നമ്മുടെ ആത്മാർത്ഥതയോടുകൂടി, അല്ല സാർ അത്രയും കൂടുതലാണ്, നമുക്കൊരു 30 രൂപ പോരെ, അങ്ങനെ ബാർഗെയിൻ ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുന്നതടക്കം ഈ പ്രൊഡക്ഷൻ മാനേജറാണ്. അത് അവർക്ക് വാങ്ങിക്കൊടുക്കേണ്ട ചുമതലയുമുണ്ട് സമയാസമയത്തിന്. അത് തൊട്ട് അതുപോലെ ടെക്നീഷ്യൻസിൻ്റെയും ഫിക്സ് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളും എല്ലാം, പിന്നെ അവരുടെ മറ്റ് ആവശ്യങ്ങൾ ഇത് ചെയ്തു കൊടുക്കുക, അവരുടെ വരവ് പോക്ക്, അവരുടെ ട്രാൻസ്പോർട്ടിങ്, അവരുടെ യാത്ര, എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങി അവസാനം ഇത് റെഡിയായി കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് റീലും തൂക്കി ഓടുന്ന പരിപാടി വരെ ഉണ്ട്. സെൻസർ ചെയ്തു കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞ് പ്രിൻ്റ് തിയേറ്ററിൽ എത്തിച്ചു കൊടുക്കുന്നതും അന്നത്തെ കാലത്ത് ചെയ്തിരുന്നത് പ്രൊഡക്ഷൻ മാനേജരാണ്. ആ മാനേജറുടെ ചുമതല അവിടെയാണ് അവസാനിക്കുന്നത്. ഈ തുടക്കകാലം തൊട്ട് അവിടെ അവസാനിക്കുള്ളൂ. ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ രീതി അതല്ല. ഇതിനെല്ലാം നേരെ വിപരീതമായിട്ടാണ്. കാരണം പിന്നെ അതിനനുസരിച്ചുള്ള സാങ്കേതിക വിദ്യ വളർന്നിരിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു ഫോണിൽ കൂടി തന്നെ നമ്മളന്ന് ഒരാൾ ഫുൾ ഡേ വർക്ക് ചെയ്യുന്ന ഒരു ഫോണിൽ കൂടി ഒരു ഫോൺ കോളിൽ തീർക്കാൻ പറ്റുമെന്ന്. ഇന്നത്തെ അതാണ്. പിന്നെ വളരെ ഈസി ആയിട്ട് കാണുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ ഈ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത്. ഒരു സിനിമയിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഇവിടെ അന്നത്തെ കാലത്തുള്ള സിനിമയിൽ എന്നെ നിയമിച്ചാൽ ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്കൊരു മറ്റൊരു അസിസ്റ്റൻ്റ് ഉണ്ടാവില്ല, എല്ലാം ഞാൻ തന്നെ ചെയ്യണം. 4 മണിക്ക്, അന്നത്തെ കാലത്ത് 7 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങുന്നത് 4 മണിക്ക് ഓരോരുത്തരെ തട്ടി എണീപ്പിക്കണം, പ്രത്യേകിച്ച് ആർട്ടിസ്റ്റുകളെ. സാർ ടൈമായി, 4 അല്ലെങ്കിൽ 5 സമയമായി, ചായ കൊണ്ടുവരാൻ പറയട്ടെ എന്ന് പറഞ്ഞാൽ ചായ കൊടുക്കാനൊക്കെ വേറെ ആൾക്കാരുണ്ട്, അവർ കൊടുത്തോളും കൃത്യമായിട്ട്. പക്ഷെ അവർ പോയി വിളിച്ചാൽ ചിലപ്പോൾ നമ്മളെ താരങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദേഷ്യം വരും. നമ്മളൊക്കെ വിളിച്ചാൽ നമ്മളെ പിന്നെ ഒന്നും പറയില്ല. അപ്പോൾ ഉറങ്ങാൻ സമ്മതിക്കില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് 7 മണിക്ക് ഇങ്ങനെ ആ ജോലി മുതൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഒറ്റ ആളാണ് ചെയ്യുന്നത്. ഉറക്കം വളരെ കുറവായിരിക്കും. അന്നത്തെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഒരുപാട് പേരുണ്ടെന്ന് ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്യുന്ന. അതാണ് അന്നത്തെ പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറഞ്ഞാൽ. ഞാൻ ഒരു സംഗീതജ്ഞനെ പറ്റിയിട്ടാണ് അടുത്ത് പറയാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാം സുപരിചിതനാണ് രവീന്ദ്രൻ മാസ്റ്റർ, അന്തരിച്ച രവീന്ദ്രൻ മാസ്റ്റർ. എത്രയോ നല്ല 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 ഗാനങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത് മൺമറഞ്ഞു പോയതാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു തുടക്കം ഞാൻ നേരിൽ കണ്ടവനാണ്. അദ്ദേഹം അന്ന് മദിരാശിയിൽ പാടാനായിട്ടാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ സംഗീത കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി അതിനുശേഷം സിനിമ ഗായകനാകണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി. നല്ല ശബ്ദമാണ്, നല്ല ബേസുള്ള നല്ല ശബ്ദമാണ്.
എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് അദ്ദേഹം മലയാള സിനിമയിൽ ഇതുപോലെ ഭാഗ്യാന്വേഷിയായി ഈ കുടംബകത്തേക്ക് എത്തുന്നത്. അന്നത്തെ കാലത്തെ വളരെ പ്രസിദ്ധരായ സംഗീത സംവിധായകരെന്ന് പറയുന്നത് ദേവരാജൻ മാഷ്, ദക്ഷിണാമൂർത്തി സാറ്, അർജുൻ മാഷ്, MS വിശ്വനാഥൻ, ഇങ്ങനെ തുടങ്ങി ഉള്ള ആൾക്കാരാണ്. നല്ല സീനിയർ വലിയ ആൾക്കാരാണ്. അപ്പോൾ അവരുടെ അടുത്തേക്കാണ് ഈ ചാൻസ് തേടി ഇങ്ങനെ അലയണ ജോലിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ദേവരാജൻ മാഷയുടെ വീട്ടിൽ ഒരു ദിവസം പോയ ഒരു നർമ്മമുണ്ട്. അദ്ദേഹം രാവിലെ വീട്ടിൽ ചെന്നു, ദേവരാജൻ മാഷ വീട്ടിൽ ചെന്നു, കതകിൽ മുട്ടി. റെഡിയായിട്ട് അദ്ദേഹം വെള്ളയും ഡ്രസ്സൊക്കെ ഇട്ടാണ് നിൽക്കണത്. കഥ തുറന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ദേവരാജൻ മാഷ ഞാൻ രവീന്ദ്രൻ, ആയിക്കോട്ടെ, അല്ല ഞാൻ പാടിക്കോ, ഇതാണ് മറുപടി, പാടിക്കോ. അല്ല, ഒരു യേശുദാസിൻ്റെ സൗണ്ടിലാണ് പറയണത്. അത് യേശുദാസ് ഉണ്ടല്ലോ, പിന്നെ ഇപ്പം മറ്റൊരു യേശുദാസ് വേണ്ടല്ലോ. കഥ അടച്ചു. അതിന് ശരി ഇങ്ങനെ കുറേ അലഞ്ഞ് ഒരു നിവൃത്തിയില്ലാതെ അദ്ദേഹം ഡബ്ബിങ് രംഗത്തേക്ക് കിടന്നു. ചെറിയ സിനിമയിൽ ചെറിയ റോളുകൾക്ക് ഡബ് ചെയ്യും, ചെറിയ വോയിസുകൾ ഡബ് ചെയ്യും. ഞാനും തന്നെ ഒത്തിരി സിനിമയിൽ അദ്ദേഹത്തെ വിളിച്ച് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതോ ഒരു സമയത്താണ് അദ്ദേഹത്തിന് പാടാനല്ല, സംഗീത സംവിധായകനാവാൻ ഒരവസരം ലഭിക്കുന്നത്. അത് ഏത് സിനിമയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷേ പിന്നെ കൊളത്തൂപ്പുഴ രവി എന്നുള്ളത് രവീന്ദ്രൻ മാസ്റ്റർ എന്ന നിലയിലേക്ക് ഉയർന്നത് പിന്നെ 76 ഒരു സ്വതന്ത്രനായിട്ട്, പൂർണ്ണ സ്വതന്ത്രനായിട്ട് സിനിമയിൽ എസ് പാവമണി നിർമ്മിച്ച് PN സുന്ദരം സംവിധാനം ചെയ്ത 1000 ജന്മങ്ങൾ എന്ന് പറയുന്ന പ്രേം നസീർ അഭിനയിച്ച ഒരു സിനിമയാണ്. പ്രേം നസീർ, KR വിജയ, സുധീർ ഒക്കെയുള്ള ഒരു സിനിമയായിരുന്നു. ആ സിനിമ 100 ദിവസങ്ങളാണ് കേരളത്തിൽ ഓടിയത്. അത് ലതാ മങ്കേഷ്കർ കിഷോർ കുമാർ പാടിയിരുന്നു. അപ്പോൾ 1000 ജന്മങ്ങൾ എന്ന് പറഞ്ഞ സിനിമ ആയപ്പോഴത്തേക്ക് വളരെ കർക്കശക്കാരനായ നിർമ്മാതാവ് ഓഫീസൊക്കെ ഉണ്ട് അവിടെ ചെന്നൈയിൽ, CIT കോളനി എന്ന് പറയും, ഇവിടെ നമ്മുടെ വുഡ്ലാൻഡ്സ് ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റുള്ള വഴിയിൽ. അപ്പോൾ അവിടെ രാവിലെ നമ്മൾ ഷൂട്ടിംഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും തുടക്കം തൊട്ട് നമ്മൾ രാവിലെ അവിടെ ചെല്ലണം. ഓഫീസിൽ മറ്റ് ഗവൺമെൻറ് ഓഫീസിൽ പോകും പോലെ നമ്മളൊരു 10 മണിയാകുമ്പോൾ അവിടെ ചെല്ലണം. വൈകുന്നേരം 4 മണി വരെയെങ്കിലും അവിടെ നിൽക്കേണ്ടി വരും, വർക്ക് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പോൾ ആ പടത്തിന് നമ്മളെ ഏൽപ്പിച്ച് അന്ന് തോപ്പിൽ ഭാസിയാണ് അത് എഴുതുന്നത്, സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് എഴുതാൻ ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകണം നമ്മൾ, എന്തായി എന്നറിയാനും അല്ല എഴുതിയത് അദ്ദേഹത്തിൻ്റെ സുഖവിവരങ്ങൾ അറിയാനും അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും മറ്റുമായിട്ട് പോകും. അത് കഴിഞ്ഞ് ഇതൊരു തോപ്പിൽ പാസ് ഇത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വിളിക്കും, എഴുതിയിട്ടുണ്ട് വായിക്കണം. അപ്പം അന്നത്തെ ഒരു രീതി അനുസരിച്ച് ഒരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എഴുതിയ സ്ക്രിപ്റ്റ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വായിക്കും. എല്ലാവരുടെയും മുന്നിലെന്ന് പറഞ്ഞാൽ സംവിധായകൻ, അസോസിയേറ്റ് ഡയറക്ടർ, ചീഫായിട്ടുള്ള മേക്കപ്പിൻ്റെ ചീഫ്, കോസ്റ്റ്യൂം ഡിസൈൻ അതിൻ്റെ ചീഫ്, ക്യാമറാമാൻ, പ്രൊഡക്ഷൻ മാനേജർ, അങ്ങനെ തുടങ്ങി അവർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അതൊരു ആദ്യമായിട്ടൊരു വായന, ഒരു ചടങ്ങാണ് അന്നത്തെ കാലത്ത്. ഈ ഓഫീസിൽ വെച്ച് തന്നെയാണ്. അപ്പം വായിച്ച് കേട്ടിട്ട് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് അഭിപ്രായവും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ചെറുതെന്നോ വലുതെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. നമുക്ക് തോന്നുന്ന അഭിപ്രായം നമ്മളവിടെ രേഖപ്പെടുത്താം. സാർ ആ പടത്തിൽ ആ കഥയിൽ ഇന്ന സ്ഥലത്ത് ഒരുപാട് ലാഗ് വരുന്നെന്ന് തോന്നുന്നു, അത് കുറച്ചുകൂടെ നന്നായിരിക്കൂലേ എന്നൊക്കെ പറയാം നമുക്ക്.
അല്ലെങ്കിൽ ആ ഒരു ചെറിയ ക്യാരക്ടർ അവിടെ എന്തിനാണ് എന്നൊക്കെ ചോദിക്കും. ഞാനൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് അങ്ങനെയൊക്കെ. ചില സംവിധായകർക്ക് ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു ചടങ്ങുകൊണ്ട് ചോദിക്കാനുള്ള അവകാശമുണ്ട് നിർമ്മാതാവ് തന്നിട്ടുണ്ട്. അപ്പം അത് നല്ലതാണെങ്കിൽ അവർ സ്വീകരിക്കും, ഇല്ലെങ്കിലും കളയും. അപ്പം അത് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് അന്ന് പ്രേം നസീറിനെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അത് നിർമ്മാതാവ് നേരിട്ട് പോയാണ് സംസാരിച്ച് ഫിക്സ് ചെയ്യുന്നതെല്ലാം. നമ്മൾ പോവും കൂടെ എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ കാശിൻ്റെ കാര്യവും മറ്റു കാര്യങ്ങളെല്ലാം നിർമ്മാതാവ് പ്രേം നസീർ ആയതുകൊണ്ട് പിൽക്കാലത്ത് നമ്മൾ തന്നെ നേരിട്ട് പോയി സംസാരിക്കുന്നു. പിന്നെ പ്രേം നസീറിനടുത്ത് പ്രത്യേകം സംസാരിക്കുന്നുണ്ട്. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് ഇന്നും മറ്റൊരാളെ മുഖം നമുക്ക് വരില്ല. അതാണ് മലയാള സിനിമ എത്രത്തോളം വളർന്നാലും ശരിയാണ്, ഇങ്ങനെയൊരു മനുഷ്യൻ, ഒരു നടൻ മലയാള സിനിമയ്ക്ക് ഇനി കിട്ടത്തുമില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല, കിട്ടത്തുമില്ല. അത്ര വലിയൊരു മനുഷ്യനായിരുന്നു, വലിയൊരു മനസ്സിൻ്റെ ഉടമയായിരുന്നു. വളരെ നല്ല മനുഷ്യൻ, പച്ചയായ മനുഷ്യനായിരുന്നു. ഞാൻ ഒത്തിരി സിനിമകൾ അദ്ദേഹത്തിനോടൊപ്പം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഒരുപാട് ലൊക്കേഷനുകൾ ഇങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ട്, കൂടെ കാറിൽ ഷൂട്ടിങ്ങിന് കൊണ്ടുവരുന്നതും അങ്ങനെ ഒത്തിരി ഇതാണ്. അങ്ങനെയുള്ള അപ്പോൾ പ്രേം നസീറാണ് ആ സിനിമയിലും അഭിനയിക്കുന്നത്. അദ്ദേഹത്തിന് പിന്നെ പറയേണ്ട കാര്യമില്ല. ബാക്കിയുള്ള എല്ലാവരെയും ഓരോരുത്തരായിട്ട് എല്ലാവരെയും വീട്ടിൽ പോയിട്ട് അന്ന് വീട്ടിൽ പോയി കണ്ട് ഇരുന്ന് കാശിൻ്റെ കാര്യവും ഡേറ്റിൻ്റെ കാര്യമൊക്കെ സംസാരിച്ച് വേണം എല്ലാം തീരുമാനമെടുക്കാൻ. ഇന്നത്തെ ഫോണിൽ അങ്ങോട്ട് വിളിക്കാനുള്ള ഫോൺ കമ്മ്യൂണിക്കേഷൻ ഇതില്ലല്ലോ. നിങ്ങളുടെ സ്വപ്നത്തിലെ ആ യാത്രയ്ക്കായി ഇനി ഒരുങ്ങാം. യൂറോപ്പിന്റെ ഹൃദയഭൂമിയിലൂടെ 13 ദിവസത്തെ സഞ്ചാരം, പ്രമുഖമായ 10 രാജ്യങ്ങളിലൂടെയുള്ള യാത്ര, ഫ്രാൻസിലെ പാരീസ് എന്ന സ്വപ്ന നഗരം, ഈഫൽ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ, ബെൽജിയത്തിലെ അറ്റോമിയവും നഗരചത്തുരങ്ങളും, നെതർലാൻഡ്സിലെ സുന്ദര ഗ്രാമങ്ങളും ടുലിപ്പ് ഗാർഡനുകളും, ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റും റൈൻ റിവർ ക്രൂസും, സ്വിസ് ആൽപ്സിലെ ഹിമപർവ്വതങ്ങൾ, അതിനു മുകളിലേക്കുള്ള കേബിൾ കാർ യാത്ര, ലിച്ചൻസ്റ്റൈൻ എന്ന ആൽപൈൻ രാജ്യം, ഓസ്ട്രിയൻ ഗ്രാമഭംഗി, സ്ലൊവേനിയയിലെ പ്രകൃതി അത്ഭുതങ്ങൾ, ഇറ്റലിയുടെ ചരിത്ര നഗരങ്ങളായ വെനീസും പിസയും ഫ്ലോറൻസും റോമും, പിന്നെ വത്തിക്കാനും അവിടുത്തെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും. സഞ്ചാരത്തിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ ഈ യാത്രയിൽ പങ്കെടുക്കാൻ ഉടൻ തന്നെ വിളിക്കുക. ഫോൺ 75919 66600. പ്രേം നസീർ ഉള്ള സിനിമയിൽ നമ്മൾ മിക്കവാറും പടങ്ങളിലും KP ഉമ്മർ എന്ന് പറയുന്ന നടനുണ്ടാവും. അപ്പോൾ KP ഉമ്മർ എന്ന് പറഞ്ഞ നടനെ വീട്ടിൽ പോയിട്ട് കണ്ട് ഡേറ്റ് പറയുകയും കാശിൻ്റെ കാര്യം സംസാരിക്കുകയും ചെയ്യാൻ വേണ്ടി പോയാലുള്ള രസം. അദ്ദേഹം ആദ്യം ചോദിക്കും, എത്ര ദിവസം വേണം? സാർ 15 ദിവസമാണ്. പിന്നെ ആരാണ് എൻ്റെ ഹീറോ? സ്വാഭാവികമായും KP ഉമ്മർ. പ്രേം നസീർ ആണെന്നുണ്ടെങ്കിൽ KP ഉമ്മർ വില്ലനായിരിക്കുമല്ലോ. അത് പ്രേം നസീറാണ്. എത്ര ഫൈറ്റുണ്ട്? ഒരു 3 ഫൈറ്റുണ്ട്. ഓക്കെ, പ്രേം നസീറിൻ്റെ നിന്ന് അടി വാങ്ങിക്കണം. അന്ന് അദ്ദേഹം മേടിക്കുന്നത് 15,000 അല്ലെങ്കിൽ 20,000 റുപ്പീസ് ആണെങ്കിൽ പ്രേം നസീറിൻ്റെ നിന്ന് ഇടി മേടിക്കണം. പ്രേം നസീർ ഉള്ള സിനിമ ആണെങ്കിൽ 5,000 റുപ്പീസ് കൂടുതൽ തരണം, 5,000 രൂപ കൂടുതൽ തരണം. അല്ല സാർ ഇപ്പോൾ കഴിഞ്ഞ പടത്തിന് 15 രൂപ, കഴിഞ്ഞ പടത്തിൽ പ്രേം നസീർ ഇല്ലല്ലോ. ഇതിൽ പ്രേം നസീറിൻ്റെ അടി വാങ്ങിക്കണ്ടേ? അതെനിക്ക് പൈസ കൂടുതൽ തന്നെ വേണം. അങ്ങനെ നിവൃത്തിയില്ലാതെ നമ്മൾ ഓക്കെ ശരി സാർ. അപ്പോൾ എഗ്രിമെൻ്റ് ഇട്. അപ്പോൾ റിട്ടേൺ എഗ്രിമെൻ്റ് വച്ചേ അങ്ങനെ ഏത് സിനിമയ്ക്കും പോവുള്ളൂ. അതിന് പ്രത്യേക ഈ പ്രിൻ്റ് ചെയ്ത ഒരു ഫോർമാറ്റ് ഉണ്ട്. അന്നത്തെ കാലത്തുള്ള എല്ലാ നിർമ്മാതാക്കളുടെ ഓഫീസിലും ഈ ഇതിൽ പാഡ് പോലെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എഗ്രിമെൻ്റ്. അതിൽ ഫില്ല് ചെയ്താൽ മതി, ബ്ലാങ്ക് വിട്ടേക്കണ സ്ഥലം, എത്ര രൂപ, എത്ര ദിവസത്തെ ഡേറ്റ്, എത്ര സിനിമയുടെ പേര്, അങ്ങനെയുള്ളതല്ല. അപ്പോൾ അതിൽ ഇതെവിടെയാണ് ഷൂട്ടിങ്? നമുക്ക് ഷൊർണൂറാണ് സാർ. ഷൊർണൂർ ഷൂട്ടിംഗ് ആണെങ്കിൽ നമ്മൾ എത്രാം തീയതി? 25-ാം തീയതി. ഓക്കെ. അപ്പം 24-ാം തീയതി വൈകുന്നേരത്തെ ട്രെയിനിൽ പോകണം. 24-ാം തീയതി വൈകുന്നേരത്തെ ട്രെയിനിൽ പോകും. അപ്പോൾ 15 ദിവസം. അന്ന് തൊട്ട് 15-ാം ദിവസം 16-ാം തീയതി
തിരിച്ചിങ്ങോട്ട് പോകണം. ആ ഡേറ്റ് എഴുതും, ഈ 2 ടിക്കറ്റും കൊണ്ടുവരണം, അങ്ങോട്ടുള്ളതും ഇങ്ങോട്ടുള്ളതും. ഈ 15 കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ 15 ദിവസം മതിയല്ലോ, 16-ാം ദിവസം വേണ്ടല്ലോ. പിന്നെ ഏതെങ്കിലും കാരണവശാൽ ഷൂട്ടിങ് തീർന്നു പോയി കൂടുതൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കത്തില്ല. ഇതെല്ലാം സമ്മതമാണെങ്കിൽ ഞാൻ അഭിനയിക്കാം. പക്ഷേ നമുക്കങ്ങനെ കൂടുതൽ വരാനുള്ള ഒരാളെ സിനിമയിൽ അന്നത്തെ കാലത്ത് അങ്ങനെ ചാൻസ് ഒന്നുമില്ല. 15 ദിവസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 13 ദിവസത്തിലേക്ക് കഴിയും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല സാറെന്ന് പറയും. അങ്ങനെ ചെയ്ത് വന്നാൽ ആ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ KP ഉമ്മർ ഇപ്പോൾ പിന്നീട് പ്രേംനസീറിൻ്റെയും കാലഘട്ടം കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിൽ വരുന്ന സുകുമാരൻ, സോമൻ, ആ ഒരു കാലഘട്ടത്തിലൊക്കെ അവരെ ഷൂട്ടിങ്ങിന് പോയാൽ ചിലപ്പം മറ്റ് ഒരു സീനുണ്ട്, വേറെ ആളിനെ വെച്ചൊരു സീൻ എടുക്കാൻ ഒരു 10 മിനിറ്റ് ലേറ്റായി ഇദ്ദേഹം വെയിറ്റിംഗ് ആയി അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ എന്തിനാണ് അവിടെ കൊണ്ടുവന്നത്, ഞാൻ നേരത്തെ ഈ സമയത്തിന് വിളിച്ചാൽ പോരെ എന്നും പറഞ്ഞ് പിന്നെ വരട്ടുന്നത് ഈ പ്രൊഡക്ഷൻ മാനേജരായിരിക്കും. അവർക്ക് അപ്പോൾ ഇറിറ്റേഷൻ വരും, എന്നെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നു എന്നുള്ള ഒരു കോംപ്ലക്സ് ഉണ്ടാവും. പക്ഷേ ഇദ്ദേഹത്തിന് അതൊന്നുമില്ല, പ്രേംനസീറിനൊട്ടുമില്ല, ഈ KP ഉമ്മറിന് ഒന്നുമില്ല. രാവിലെ നമ്മൾ ചിലപ്പോൾ അദ്ദേഹത്തിന് അന്ന് വർക്കില്ലായിരിക്കാം, രാവിലെ അറിയിക്കും, സാർ ഇന്ന് ഷൂട്ടിംഗ് ഇല്ല. കുഴപ്പമില്ല, ഞാനിവിടെ ഉണ്ടാവും. ഇനി ഉണ്ടെങ്കിൽ തന്നെ എപ്പോൾ ഒന്ന് വിളിച്ചാൽ അരമണിക്കൂർ സമയം തന്നാൽ ഞാൻ റെഡിയായി അങ്ങോട്ട് എത്തിക്കൊള്ളാം. ഇതായിരുന്നു ഒരു KP ഉമ്മറിൻ്റെ ഒരു ഷൂട്ടിങ്ങിനോടുള്ള ഒരു അപ്രോച്ച്. അപ്പം അങ്ങനെ വളരെ ചുരുക്കം പേര് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സ്ട്രിക്റ്റായിട്ട് പോകുന്ന ആൾക്കാരുള്ളൂ. അപ്പോൾ ഈ 1000 ജന്മങ്ങളിൽ ഈ പറയുന്ന എല്ലാവരും ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരെല്ലാം പോയി കണ്ടു, പറഞ്ഞു. KR വിജയ ഉണ്ട്, അവരന്ന് വലിയ ചിട്ടി ഫണ്ട്, കേരളം ഇന്ത്യ ഒട്ടാകെ ബ്രാഞ്ചുകളുള്ള ഒരു സുദർശൻ ചിറ്റ് ഫണ്ട്സിൻ്റെ ഉടമസ്ഥനാണ്, ഭാര്യയാണ്. അപ്പം അവരുടെ എല്ലാ ചിലവും നമ്മളെ പ്രൊഡക്ഷനിൽ നിന്ന് ഒരു ചായ കൂടി വാങ്ങിച്ച് കുടിക്കില്ല. അവർ വീട്ടിൽ നിന്ന് ചായ കൊണ്ടുവരും, വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരും, എല്ലാം അങ്ങനെ കഴിക്കത്തുള്ളൂ. അങ്ങനെയുള്ളൊരു ആർട്ടിസ്റ്റായിരുന്നു ഈ KR. ഇപ്പോൾ കേരളത്തിൽ ഷൂട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ അവരെ ഇത് ഓഫീസിൽ നിന്ന് റൂം ബുക്ക് ചെയ്യും, അവർ ഓഫീസിൽ നിന്ന് എയർപോർട്ടിൽ വന്ന് പിക്കപ്പ് ചെയ്യും, താമസിപ്പിക്കും, നമ്മുടെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് വരും. ഇങ്ങനെയുള്ളൊരു സിസ്റ്റമാറ്റിക് നടത്തുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു KR വിജയ എന്ന് പറയുന്നത്. അന്ന് സുദർശൻ വേലായുധം അന്ന് തമിഴ്നാട്ടിൽ സ്വന്തമായിട്ടൊരു ഫ്ലൈറ്റ് വാങ്ങിച്ച ആളാണ് ആദ്യമായിട്ട്. ഈ സൗത്ത് ഇന്ത്യയിൽ സ്വന്തമായിട്ട് ഒരു വിമാനം. അപ്പോൾ അതിന് ഞാനൊരു ദിവസം ദിനത്തന്തി എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രചാരമേറിയ ഒരു, ഇവിടുത്തെ മനോരമ എന്നൊക്കെ പറയുന്ന പോലെ വളരെ പ്രചാരമേറിയ ഒരു പത്രമാണ് രാവിലെ. പത്രത്തിൻ്റെ മെയിൻ ഹെഡിങ് വളരെ വലുതായിട്ട് ഈ KR വിജയയുടെ ഹസ്ബൻഡായ ശ്രീ സുദർശൻ വേലായുധൻ എന്നാണ് പറയുന്നത്, കാലിക്കറ്റുകാരനാണ്. അദ്ദേഹം ഒരു വിമാനത്തിൽ ഇങ്ങനെ കൈ ഊന്നി നിൽക്കുന്നു, ഒരു ഫോട്ടോയാണ് കാണുന്നത്. അന്നാണ്. അപ്പോൾ അതിൻ്റെ കീഴെ എഴുതിയിരുന്നു, സുദർശൻ വേലായുധൻ വിമാനം വാങ്ങിനാൻ. അന്നത്തെ കാലത്തൊരു വലിയ വാർത്തയാണ്. കാരണം അങ്ങനെ ഒരാളൊന്നും സിനിമ ഒരു വിമാനം സ്വന്തമായിട്ട് വാങ്ങിക്കാനൊന്നും ഉള്ള ഇതൊന്നും അന്നത്തെ കാലത്ത് ഈ സൗത്ത് ഇന്ത്യയിൽ കുറവാണ്, ഇല്ല. അപ്പം അങ്ങനെയുള്ള ഒരാളിൻ്റെ ഭാര്യയാണ് ഈ KR വിജയ. അങ്ങനെയുള്ളതാണ് KR വിജയ. ആ പടത്തിന് അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പം നല്ല രീതിയിൽ. പിന്നെ കിഷോർ കുമാറിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു, അത് ബോംബെയിലാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അതെല്ലാം റെക്കോർഡ് ചെയ്തു. പടം പിന്നെ ഷൂട്ടിങ് കഴിഞ്ഞു, റിലീസ് ചെയ്തു, ഭയങ്കര ഗംഭീരമായിട്ട് പോയി. അതേ സംവിധായകൻ്റെ അടുത്ത ഒരു സിനിമ അതേ ബാനറിൽ, ആ ചിത്രത്തിൻ്റെ പേരാണ് അപരാധി. അത് ശരിക്കും ഒരു പറയാൻ ഒരുപാട് കാര്യങ്ങളുള്ള സിനിമയാണ്. അപരാധി എന്നാണ് പേര്. ഒരു നടന്ന കൊലപാതക കഥയാണ്. ഗുരുവായൂർ കൊലക്കേസ് എന്ന് അന്നത്തെ കാലത്ത് കേട്ടിട്ടുണ്ടാവും. ഗുരുവായൂർ കൊലക്കേസ് അത് അന്വേഷിച്ചിരുന്നത് ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു
പോലീസിൻ്റെ അന്നത്തെ കാലത്ത് DYSP ആയിരുന്നു, പിൽക്കാലത്ത് SP ആയി മാറിയ ജോസഫ് മെയിൻ എന്ന ആളാണ് ഈ കേസ് അന്വേഷിച്ചതും അതിൻ്റെ കുറ്റവാളിയെ കണ്ടെത്തിയതും കോടതിയിലെത്തിച്ചതുമാണ്. അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പ് വഴി ഇതിനെ ഒരു കഥയാക്കി എഴുതിയിരുന്നു. ആ കഥയാണ് ഈ സിനിമയുടെ ആധാരം. അദ്ദേഹം തന്നെ എൻ്റെ കഥയെല്ലാം എഴുതി കൊടുത്ത് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് വേറെ എഴുതി സിനിമയാക്കി. ആ സിനിമ ഒരു മൾട്ടി സ്റ്റാർ സിനിമയായിരുന്നു. പ്രേം നസീർ, മധു, ഷീല, ജയഭാരതി, നന്ദിത ബോസ് തുടങ്ങി ഒരുവിധപ്പെട്ട അന്നത്തെ സീനിയർ ആർട്ടിസ്റ്റുകളെല്ലാം ആ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. ഗുരുവായൂർ, ചാലക്കുടി അങ്ങനെയുള്ള ഒരുപാട് ലൊക്കേഷനിലാണ് ഷൂട്ടിംഗ് നടന്നത്. അപ്പം അത് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഗുരുവായൂർ ചാലക്കുടിയിൽ ഒരു ദിവസം രാവിലെ മുതൽ തുടങ്ങി ഷൂട്ട് വൈകുന്നേരം തീർന്നു. വൈകുന്നേരം എന്ന് വെച്ചാൽ 9 മണിയായപ്പോൾ കഴിഞ്ഞു രാത്രി. അടുത്ത ദിവസം രാവിലെ ഷൂട്ട് ചെയ്യണ സ്ഥലം ഷോളയാർ എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് ചാലക്കുടി വഴി നമ്മളെ പെരിങ്ങൽകുത്ത് ഡാമൊക്കെ ഇരിക്കുന്നത് അതുവഴി നേരെ ഷോളയാർ ആ റോഡ് തന്നെ കാട്ടിൻ്റെ നടുവിലൂടെ സഞ്ചരിച്ച് രാത്രി ഈ ഷോളയാർ എത്തണം. വളരെ പ്രയാസമേറിയ ഒരു യാത്രയാണത്. അപ്പം അവിടെ ഒരു റെസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ ഷോളയാർ. 17-18 റൂമുള്ള ഒരു ഗസ്റ്റ് ഹൗസാണ് തമിഴ്നാട് ഗവൺമെൻറ് അത് ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് രാവിലെ അങ്ങ് പോവുള്ളൂ എന്ന് വിചാരിച്ച് ആ ദിവസം രാവിലെ തൊട്ടുള്ളതാണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്, ഗവൺമെൻറ് പെർമിഷൻ മേടിച്ചിരുന്നത്. അതിൻ്റെ പേപ്പറൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഈ നേരെ ഷിഫ്റ്റ് അവിടത്തേക്ക് എന്നാണ് നമ്മളെ സംവിധായകനും നിർമ്മാതാവും പറഞ്ഞത്. നിവൃത്തിയില്ലാതെ അപ്പോൾ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പ്രേം നസീർ ഒരു കാറിൽ, മധുസാർ ഒരു കാറിൽ, രണ്ടും ഒരുമിച്ച് യാത്ര ചെയ്യില്ല. ഷീല ഒരു കാറിൽ, ജയഭാരതി ഒരു കാറിൽ, രണ്ടുപേരും ഒരുമിച്ച് ഒരിക്കലും യാത്ര ചെയ്യില്ല. നന്ദിത ബോസ്, ഇങ്ങനെ തുടങ്ങി എല്ലാം കൂടെ ഇന്നൊരു 12 കാറ്. അന്നത്തെ കാലത്ത് അംബാസഡർ കാറായിരുന്നു നമ്മൾ ഈ സിനിമ ചിത്രീകരണത്തിനൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നത്. അംബാസഡർ കാറാണ്, 12 അംബാസഡർ കാറ്. അതുപോലെ എല്ലാത്തിനും ഓരോ ആളാണ്. അങ്ങനെ അവിടുന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ ഏതാണ്ട് 11:30-12 മണിയായി ഈ ചാലക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത്. ഏറ്റവും ഫ്രണ്ടിലായി ഈ ജോസഫ് മേൻ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ പോലീസിൻ്റെ ഒഫീഷ്യൽ ജീപ്പിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ തോക്കും റിവോൾവറും ഒക്കെ ഉണ്ട്. അദ്ദേഹം അങ്ങ് ഫ്രണ്ടിലിരിക്കുന്നു. അപ്പോൾ വിൻസെൻ്റ് മാസ്റ്റർ ക്യാമറയൊക്കെ റെഡിയാക്കി വെച്ച് ഷോട്ട് എടുക്കാൻ റെഡിയായി നിൽക്കുന്നു. പ്രേം നസീർ അവിടെ ഉണ്ട്. അപ്പോൾ മധു സാർ എത്തിയിട്ടില്ല. മധു സാർ കൂടെ ചേർത്തുള്ള കോമ്പിനേഷനിലാണ് ഈ ഷോട്ട് എടുക്കേണ്ടത്. ഞാനിവിടെ മധു സാറിനെ റെഡിയാക്കി കൊണ്ടുപോകാൻ വേണ്ടി ഈ ഗസ്റ്റ് ഹൗസിൽ വെയിറ്റിംഗ് ആണ്. ബാക്കിയുള്ള ആർട്ടിസ്റ്റൊക്കെ നേരത്തെ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞു. ഞാൻ മധു സാറിൻ്റെ അവിടെ പതുക്കെ ഡോറ് തട്ടി. കുറേ 2-3 തട്ട് കെട്ടിയപ്പോൾ അദ്ദേഹം തുറന്നു. എന്താ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഷൂട്ടിങ്ങിന് വേണം. എനിക്കിപ്പോൾ വരാൻ സൗകര്യമില്ല.